ഹായ് എവരിബഡി, വെരി മോർണിംഗ്. ഒക്കെ ഫസ്റ്റ് പറയാനുള്ളത്, കേരളത്തിലെ തെമ്മാടിത്തരത്തിനോടും ഗുണ്ടായിസത്തിനോടും യോജിക്കാത്തവർ എസ്പെഷ്യലി ലേഡീസ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസിലൊന്നും ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യുക. ഒന്ന്. രണ്ടാമത്, ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ ഇടാൻ കാരണം, ഒറ്റപ്പാടാണ് വാട്സപ്പിലും അല്ലാതെയും എല്ലാം മെസ്സഞ്ചറിലും പറ്റുന്ന മീഡിയയിലെല്ലാം നമ്പർ കളക്ട് ചെയ്തിട്ടും എല്ലാം തിരുവനന്തപുരത്തു നിന്ന് എന്നും വിളി, എന്നും മെസ്സേജ്. തിരുവനന്തപുരം 10 ദിവസം പോയതുകൊണ്ട് എല്ലാവർക്കും കൂടിയുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണാം. 1 മിനിറ്റ് നീണ്ടുപോയ ക്ഷമിക്കുക. പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അത് എൻ്റെ മറ്റ് വീഡിയോയിലുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് എന്ത് വൃത്തികേട് ചെയ്താലും, പെണ്ണ് പിടിച്ചാലും, ജോലി സമയത്ത് മദ്യപിച്ച് ക്ലാസ്സിൽ വന്നാലും, എന്ത് കുട്ടികളെ ഇഷ്യൂ ആയാലും, സ്ത്രീകളെ ഇഷ്യൂ ആയാലും, എന്ത് ഒഫീഷ്യൽ പ്രശ്നമായാലും, കൈക്കൂലി ആയാലും, ക്ലറിക്കൽ എററായാലും, എന്ത് തെമ്മാടിത്തരം എക്സെട്ര അത് സഖാക്കന്മാരിടപെട്ടിട്ട് അവിടെ തന്നെ കോടതി, അവിടെ തന്നെ പോലീസ് സ്റ്റേഷൻ, അവിടെ തന്നെ പാർട്ടി ഓഫീസ്, അവിടെ തന്നെ എല്ലാം. അങ്ങനെയാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള നടത്തിപ്പ് വരവ്. അതായത് പ്യൂണുമാർ കൈകാര്യം ചെയ്തോളൂ എല്ലാവരും. അപ്പം അവർക്ക് കൈകാര്യം ചെയ്യാൻ അവരുടെ അടുത്തേക്ക് ഞാൻ കെഞ്ചാൻ പോയില്ല എന്നുള്ളതാണ് നമ്പർ 1 തെറ്റ് ഞാൻ ചെയ്തത്. പിന്നെ കോളേജിന് പുറത്ത് 2 ദിവസം നിരാഹാരം ഇരുന്നിട്ട് ഇവരെ നിരാഹാരമല്ല, പ്രതിഷേധമായിട്ട് ഇരുന്നിട്ട് ഇവരെ സംരക്ഷിക്കുന്ന പ്രതിനെ FIR ഇടിച്ചു. 2ാമത്തെ തെറ്റ്. പിന്നെ ഈ പ്രതിനെ വീണ്ടും കോളേജിൽ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പം പ്രിൻസിപ്പാളെ ചാർജിലിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരനെ ഞാൻ പോയി ചോദ്യം ചെയ്തു. 3ാമത്തെ തെറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയിനെ എന്തെങ്കിലും അലിഗേഷൻസ് വെച്ചിട്ട്, അതായത് ഒരുപാട് അലിഗേഷൻസ് വെച്ച് പുറത്തിടുമ്പോൾ അവർക്കൊരു ലെറ്റർ കൊടുക്കണം. സാധാരണ ട്രാൻസ്ഫറിന് വേണ്ട. അതെനിക്ക് ആ താൽക്കാലിക മേലധികാരി, താൽക്കാലിക ജീവനക്കാരൻ തന്നില്ല. എന്നെ അങ്ങെടുത്ത് പുറത്തിട്ടു. ഞാൻ പോയില്ല. എന്നിട്ടത് പോവാത്തേനി ആ ഡയറക്ടറേറ്റിൽ ഒരു ഊള ഇരിക്കുന്നുണ്ട്, മന്ദബുദ്ധി, റബ്ബർ സ്റ്റാമ്പ്. അവൻ അതിനെ ചോദ്യം ചെയ്ത് എനിക്ക് ലെറ്റർ അയച്ചു. ആദ്യം ഇവരെനിക്ക് എന്തിനെന്നെ ട്രാൻസ്ഫർ അടിച്ചു, അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിക്കുമ്പോൾ അതിന് മുന്നേ ഈ താൽക്കാലികമായിട്ട് അവിടെ ഇരിക്കുന്നവൻ എനിക്കൊരു ലെറ്റർ തരണം. അതവൻ തന്നില്ല. അത് കേട്ടിട്ട് മറ്റവൻ ഇപ്പം എനിക്കൊരു ലെറ്റർ അയച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ജോയിൻ ചെയ്തിട്ടില്ല എന്ന്. അതവനോട് ഞാൻ നേരിട്ട് പറഞ്ഞോളാം എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാത്തത്. അത് കഴിഞ്ഞു. ഞാൻ ഇൻറ്റേർണൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിക്ക് അനുകൂലമായിട്ടാണ്, എനിക്ക് ഇതിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞ് അന്ന് തന്നെ ലെറ്റർ കൊടുത്തു. എൻ്റെ കയ്യിൽ കിട്ടി. അത് ഈ സമയം വരെ പരിഗണിച്ചിട്ടില്ല. വിവരാവകാശം വഴി എനിക്ക് ഉത്തരം കിട്ടി, അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇവരെ കൂടെ കിടക്കാൻ പോകുന്നില്ല എന്ന് നിർബന്ധമായിട്ട് ഇവർക്ക് കണ്ടപ്പോൾ, കിടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഇവർ ഇതേപോലെ മുഖ്യമന്ത്രീനെ ചീത്ത പറഞ്ഞു, തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് സസ്പെൻഷൻ അടിച്ചു. മുഖ്യമന്ത്രീനെ തെറി വിളിച്ച തെളിവ് ഈ താൽക്കാലികമായിട്ടിരിക്കുന്ന മേലധികാരി എന്ന് പറയുന്ന ഇവൻ തന്നില്ലെങ്കിൽ, ഇവൻ്റെത് കേട്ട് മറ്റവൻ ഒപ്പിട്ടിട്ട് അവൻ അതിനെ കൊണ്ട് മറുപടി പറയിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കൂല. നിന്നെയും അവനെയും കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും. താൽക്കാലിക നിന്നെ ഞാൻ പറയിപ്പിക്കും. എന്തുകൊണ്ട് എന്നെ സസ്പെൻഷൻ അടിക്കുമ്പോൾ നീ എൻ്റെ കാര്യങ്ങൾ ചോദിക്കാനില്ല, ലെറ്റർ തരാഞ്ഞു? എവിടെയാണ് ഞാൻ മുഖ്യമന്ത്രീനെ ചീത്ത പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നത്. നീ എന്നെ പിരിച്ചു വിടടാ. രാജേഷ് കെ എന്ന് പറയുന്ന ഓമന വിളിപ്പേരില്ല രായ, നീ എന്നെ പിരിച്ചു വിടടാ. ഒറ്റ തന്തൊക്കെ പിറന്നവനാണെങ്കിൽ നീ പിരിച്ചു വിടടാ. തെണ്ടി, നീ എന്നെ പിരിച്ചു വിടടാ. നീ എന്തിനാ ഈ മുള്ളിയിട്ടിരിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ഉളുപ്പില്ലാതെ നീയും നിന്റെ റബ്ബർ സ്റ്റാമ്പ് തന്നെ ഉളുപ്പുണ്ടെങ്കിൽ പിരിച്ചു വിടടാ. 7 ദിവസത്തിനുള്ളിൽ നീ ഒന്ന് പിരിച്ചു വിട്ടെന്നെ. നീ എന്തുകൊണ്ട് എനിക്ക് എക്സ്പ്ലനേഷൻ ലെറ്റർ തന്നില്ല സസ്പെൻഷന് മുന്നേ?
നിന്റെ മുഖ്യമന്ത്രിനെ ഞാൻ തെറി വിളിച്ചതിന്റെ എവിഡൻസ് കൊണ്ടാടാ നീ? നിന്റെ ഏത് മുഖ്യമന്ത്രിനെടാ ഞാൻ തെറി വിളിച്ചത്? മുഖ്യമന്ത്രിയുടെ ഭാര്യക്കും മകൾക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഉള്ള അതേ മാനം എനിക്കുണ്ട്. അതാണ് ഞാൻ ഇട്ട വീഡിയോ. നീ കേസ് എടുക്കടാ. നീ എന്തിനാടാ നീ ഇങ്ങനെ ഉളുപ്പില്ലാണ്ടാടി ഇരിക്കുന്നത്? രായ, നീ എന്തിനാടാ രായ അവിടെ ഇരിക്കുന്നത്? നീ ഒരു വിധ ഉളുപ്പുണ്ടെങ്കിൽ നീ എനിക്കെതിരെ കേസ് എടുത്ത് ജയിലിലിടടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നത്. ഞാൻ ഏത് മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞു? നീ എന്തെങ്കിലും എഴുതി വിട്ട നിന്റെ പാർട്ടി ഓഫീസാണോടെ എഞ്ചിനീയറിംഗ് കോളേജ്? എപ്പം നിനക്ക് എഴുതി തന്നു? സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് എപ്പ പാർട്ടി ഓഫീസായടാ രായ? എപ്പായടാ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് നീ എപ്പ പാർട്ടി ഓഫീസാക്കി? ഇതെല്ലാം ബഹുമാനപ്പെട്ട കോടതി ഏറ്റെടുക്കണം. കണ്ണൂര് തെമ്മാടിത്തരും കെട്ടിത്തൂക്കലും കൊലയാളികളും കോടതി ഏറ്റെടുക്കണം. എന്തുകൊണ്ട് കോടതി സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതി ഏറ്റെടുക്കണിത്. സ്ത്രീകൾ ഉപദ്രവിക്കുന്നു, സർക്കാർ ഓഫീസ് പാർട്ടി ഓഫീസാക്കി മാറ്റുന്നു. പലരും ചോദിക്കുന്ന എന്താ പ്രശ്നം എന്ന്. ഞാൻ മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞിട്ടുണ്ടോ? ഇതെന്താ മുഖ്യമന്ത്രി പ്രതികരിക്കാത്ത? എന്താ കണ്ണൂരെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിനെതിരെ പ്രതികരിക്കാത്ത? മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നെന്ന്. മുഖ്യമന്ത്രിന്റെ നാട്ടില് രാജേഷ് കെ എന്ന് പറഞ്ഞ പാർട്ടി ഗുണ്ട തെമ്മാടിത്തരം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി അറിയുന്നില്ല ഇത്? മുഖ്യമന്ത്രിനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സസ്പെൻഷൻ അടിച്ചിട്ടുണ്ട്. രാജേഷ് കെ എൻ താൽക്കാലികമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കസേലയിൽ സീനിയോറിറ്റി മറികടന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ A1 ഗുണ്ട, KGOന്റെ പേര് പറഞ്ഞു നടക്കുന്ന ഗുണ്ട. ഇവനേത് പാർട്ടി, എന്ത് പാർട്ടി? ഒറ്റ തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ നീ എന്നെ ജോലി കളയടാ. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നടാ ഊളെ. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. നീ ഏത് ഒഫീഷ്യൽ പ്രൊസീജിയർ മാന്യമായി നീക്കിയിട്ടാന്നിട്ട് നീ എന്നെ പുറത്തിട്ടത്? നീ എനിക്ക് സസ്പെൻഷന് മുന്നേ ലെറ്റർ തന്നോ? നീ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കുമ്പോൾ നീ എനിക്ക് ലെറ്റർ തന്നോടാ നീ? ഏത് മുഖ്യമന്ത്രിനെ ഞാൻ തെറി പറഞ്ഞത്? ഞാൻ വെല്ലുവിളിക്കുന്ന നീ തെളിവ്. മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നീ എന്നെ സസ്പെൻഷൻ അടിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിനെയാണ് ഞാൻ തെറി പറഞ്ഞത്? നീ എവിഡൻസ് തന്നില്ലെങ്കിൽ നീ വിവരം അറിയും. നിനക്ക് വേണ്ടി അവൻ അവിടെ ഇരുന്ന് റബ്ബർ സീലായിട്ടിരിക്കുന്ന അവന് ഉത്തരം പറയും. അവൻ പെൻഷൻ വരെ വാങ്ങൂല. രായൻ ആലോചിച്ചോ? എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക ജീവനക്കാരൻ, താൽക്കാലിക പ്രിൻസിപ്പാള്, നിന്റെ താൽക്കാലിക തൊഴിലല്ലേ അവിടെ ഇരിക്കുന്നത്? സീനിയോറിറ്റി ലെവലിൽ ഉള്ളവർ കോളേജിൽ വേറെയുണ്ട്. ഏത് മുഖ്യമന്ത്രിനാടാ ഞാൻ തെറി വിളിച്ചത്? ഇത് പബ്ലിക് അറിയണം. നീ ഒരു വീഡിയോ ഇട്. എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ ഊളകൾ ഒരു റിപ്ലൈ മറുപടി തരാത്ത? എന്തുകൊണ്ട് എന്നോട് പിരിച്ച 13 കൊല്ലത്തെ ഫണ്ട് തിരിച്ചു തരാത്ത ഊളകളെ? നിങ്ങൾ പാർട്ടീൻ്റെ പിൻബലം കൊണ്ട് എന്ത് തെമ്മാടിത്തരും ഇവിടെ നടപ്പിലാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആള് തെറ്റി. ഞാനും എൻ്റെ മക്കളും മരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറവ് ചെയ്യൂല. ഒരു കുടുംബത്തിന് പറ്റിയ പോലത്തെ തെറ്റ് എൻ്റെ കുടുംബത്തിന് പറ്റൂല. രായന് വേണ്ടിയിട്ട് റബ്ബർ സ്റ്റാമ്പായവനും മുന്നിലേക്ക് കൊണ്ടുവരാണ്ട് ശ്രീലത ജീവിക്കൂല. നിന്റെ ഗവൺമെന്റ് ജോലിയൊന്നും എന്നെ കാണിച്ച് നീ പേടിപ്പിക്കണ്ട. ഞാൻ ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കാനും തയ്യാറാടാ. നീ ആദ്യം തന്ന ഓഫീഷ്യൽ പ്രൊസീജിയർ, നീ ഇന്റേണൽ കമ്മിറ്റി എൻ്റെ റിപ്പോർട്ട് കള്ളത്തരായിട്ട് എഴുതി വാങ്ങിച്ചു. തിരുത്തിയതിന് നീ എന്നെ രണ്ടാമത് വിളിച്ചില്ല. അങ്ങനെയാണ് എനിക്ക് വിനോദ് സാറ് തന്നത് വിവരാവകാശം വഴി. കേട്ടല്ലോ? മുഖ്യമന്ത്രിനെ തെറി വിളിച്ച എവിഡൻസ് നീ തന്നെ പറ്റൂ. അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കുമ്പോൾ തരേണ്ട ലെറ്റർ നീ തന്നെ പറ്റൂ. ഇനി പറ്റൂല. സസ്പെൻഷൻ അടിക്കുന്നതിന് മുന്നേ തരേണ്ട ലെറ്റർ നീ തന്നെ പറ്റൂ. ഒരു സ്ത്രീ ജീവനക്കാരിനെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയവനെ പ്രൊട്ടക്ട് ചെയ്ത രജിസ്റ്റർ നിന്റെ മുന്നിലില്ലേ? അവൻ അവിടെ കയറി വന്ന CCTV നിന്റെ മുന്നിലില്ലേ? പകല് മദ്യപിച്ചു വന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്ത് ഒപ്പിടിച്ച രജിസ്റ്റർ നിന്റെ മുന്നിലില്ലടാ രായ? ഇല്ലടാ. തെമ്മാടി CPM ഗുണ്ടായിസ സ്ത്രീകളോടോ?
അത് ഒരു സർക്കാർ ഓഫീസിൽ ഉളുപ്പുണ്ടടാ, ഉളുപ്പ്, ലജ്ജ ഉണ്ടടാ നിനക്ക്, ലജ്ജ ഉണ്ടടാ. നീ എന്തിനാണടാ അരിയാഹാരം കഴിക്കുന്നവരായ നീയും നിന്റെ ഡയറക്ടറും? ഏത് മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞു ഞാൻ? താടാ നീ എവിഡൻസ്. എൻജിനീയറിംഗ് കോളേജിലെ പിന്നെ ഡ്യൂട്ടി സമയത്തിലെ സെക്ഷൽ ഹരാസ്മെൻറ്റും സമ്മതത്തോടു കൂടിയില്ല തെമ്മാടിത്തരുവെല്ലാം കണ്ണ് ചിമ്മെന്ന് നിനക്ക് എൻ്റെ യൂട്യൂബാണ് അവിടെ പ്രശ്നം. നിന്നെ ഞാൻ ഇണ്ണാന്ന് വരപ്പിക്കാതെ ഞാൻ ജീവിക്കൂല. എനിക്ക് നീ തന്ന ജോലിയല്ല, നിന്റെ തന്ത തന്ന ജോലിയല്ല, ഡയറക്ടർ തന്തി തന്ന ജോലിയല്ല. ത്രൂ പ്രോപ്പർ ചാനൽ വാടാ. നീ ആണാണെങ്കിൽ നീ ത്രൂ പ്രോപ്പർ ചാനൽ വാ, നീ രേഖാമൂലം വാ. നിന്റെ ഇന്റേണൽ കമ്മിറ്റി നീ പിരിച്ചു വിടട ഉളുപ്പുണ്ടെങ്കിൽ. എൻ്റെ പരാതി കേൾക്കാത്ത ഇന്റേണൽ കമ്മിറ്റി, നിന്റെ ഇന്റേണൽ കമ്മിറ്റിക്ക് എൻ്റെ പരാതി കൊടുത്തു, എന്നെ വിളിച്ചില്ല എന്നുള്ള വിവരാവകാശം എനിക്ക് കിട്ടി. നീ സസ്പെൻഷന് മുന്നേ ലെറ്റർ തന്നില്ലാന്നും നീ ട്രാൻസ്ഫറിന് മുന്നേ ലെറ്റർ തന്നില്ലാന്നും ഇല്ലത് ഇല്ല എന്ന് എനിക്ക് ഡീറ്റെയിൽ മറുപടി കിട്ടി. എന്തധികാരത്തിൽ നീ അവിടെ ഇരിക്കുന്നത്? എന്തധികാരത്തിൽ ഡയറക്ടർ അവിടെ ഇരിക്കുന്നത്? ഞാൻ തിരിച്ചു പോകും തിരുവനന്തപുരത്തേക്ക്. ഞാൻ നിന്നെ അവനെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാണ്ട് ഞാൻ ജീവിച്ചിരിക്കൂല. രായ ഗുണ്ട്, CPM ഗുണ്ട്. നീ CPM പാർട്ടി ഓഫീസർ, നിന്റെ തറവാട് മാത്തിൽ പൂട്ടിയിട്ടിട്ട് കിടക്കുന്ന നിന്റെ അമ്മ ആത്മഹത്യ ചെയ്ത തറവാടില്ലേ, അവിടെ നീ പാർട്ടി ഓഫീസാക്കി മാറ്റണം. നാട്ടിലുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട് നീ പാർട്ടി ഓഫീസാക്കി മാറ്റാൻ, എഞ്ചിനീയറിംഗ് കോളേജ് പാർട്ടി ഓഫീസാക്കി മാറ്റാൻ ശ്രീലത സമ്മതിക്കൂല. ഞാനും എൻ്റെ മക്കളും ചത്തിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം ചെയ്യുന്ന പോലെ, നിന്റെ ആൾക്കാർ ഇപ്പം ചെയ്യുന്ന പോലെ എടുത്ത് കുഴിച്ചിടാനും വിടൂല, എടുത്ത് കത്തിക്കാനും വിടൂല. കേട്ടല്ലോ? ആ സ്ത്രീക്ക് പറ്റിയ അബദ്ധം എൻ്റെ വീട്ടുകാർക്ക് പറ്റൂല. അവര് ടെൻഷന് പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥനെ എടുത്ത് മറവ് ചെയ്തു പോയി. ആ പാവം ഒരു ഹെൽത്ത് ജീവനക്കാരി തൂങ്ങി തളിപ്പറമ്പിൽ, അവരും എടുത്ത് മറവ് ചെയ്തു പോയി. എൻ്റെ വീട്ടുകാർ എൻ്റെ മൃതദേഹം എടുത്ത് മറവ് ചെയ്യൂല. നിന്നെ പോലില്ലവനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അടങ്ങും സമൂഹം. കുറെ ചാനലുകാരുണ്ടടാ, നിൻ്റെത് കേൾക്കാത്ത മാപ്രകളല്ലാതെ കുറെ ചാനലുകാരുണ്ട് എനിക്ക്. നീ വിചാരിച്ചോ നീ വിളിച്ച് പറയുമ്പം അവിടെ ഇരുന്നിട്ട് തലയാട്ടുന്ന എല്ലാ മാപ്രകളും നിന്റെ കൂടെയാന്ന്? നീ എണ്ണിക്ക മോനെ ദിവസം, നീയും നിന്റെ ഡയറക്ടറും എണ്ണിക്ക മോനെ. തെറ്റായ തെമ്മാടിത്തരം മുഴുവൻ ചെയ്ത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പാർട്ടി ഓഫീസാക്കിയിട്ട് നീ വാഴുന്ന തെമ്മാടി. നിനക്കുള്ള ദിവസം, നിനക്കുള്ള നിയമം, നിന്റെ ആ ചെയറിൻ്റെ ദിവസം അടുത്തു. നീ ഇനി അവിടെ ഇരുന്നിട്ട് പാർട്ടി ഓഫീസാക്കിയിട്ട് പെണ്ണുങ്ങൾ ഉപദ്രവിക്കൂല. തെമ്മാടിരായ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. തെമ്മാടിരായ, ഇത് പലരും എന്നോട് ചോദിച്ച സംശയമാണ്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അവർക്കും കൂടിയില്ല മറുപടിയാണിത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പാർട്ടി ഓഫീസാക്കി മാറ്റാൻ രായനെ ഞാൻ സമ്മതിക്കൂല. രായനെ എഴുതി വെച്ചോ.